വഴി എങ്ങനെയുണ്ട് പറഞ്ഞോ, വഴി എങ്ങനെയുണ്ട്? നല്ല സൂപ്പർ വഴിയല്ലേ? തുള്ളി 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 ആന ആട് പോകുന്ന പോലെ ഉണ്ട്. ഒരു രക്ഷയില്ല. വണ്ടി ഇട്ടിട്ട് നടന്നു പോണോന്ന് തോന്നുന്നു. മിക്കവാറും ഒക്കെ ഇവിടൊക്കെ എന്തൊക്കെയോ ഒരു ഭാഗ്യം കൊണ്ട് ശകലം ചാറ് ഇവിടെ കൂടിയേക്കുന്നുണ്ട്. ഒരു സൈഡ് അത് അറിയാതെ കുറ്റം പറയാം, അറിയാതെ പറ്റിയതാണ്. അത് കുടഞ്ഞപ്പോഴേ കൂടിപ്പോയി. അങ്ങനെ ചെയ്യാം, മനുഷ്യൻ കുലുങ്ങി ചാവും. വണ്ടിക്കുള്ള റിപ്പയറിന് ആര് കാശ് തരും? ഇത്രയും മോശപ്പെട്ട ഒരു വഴി, പത്തനംതിട്ട ജില്ലയില് ഇത്രയും മോശപ്പെട്ട ഒരു വഴി PWD വേറെ ഒന്നും കാണത്തില്ല. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ തണ്ണിത്തോടിന് കയറി പോകുന്ന വഴി, അതിപ്പോ ഉടനെ ടാറിങ് ഉണ്ടെന്ന് കേൾക്കുന്നു. ഇതുവരെ ആയില്ല, പക്ഷെങ്കിൽ ആ താഴ്ഭാഗം അങ്ങോട്ട് കയറി പോകുന്നതിന് മൊത്തം വളരെ മോശം. ഇതും അങ്ങ് ശകലം ഒരു 5 മിനിറ്റ് നേരെ പോകും, ബാക്കി മൊത്തം കുണ്ടും കുഴിയും കിണറും തോടും. മറ്റേ സിനിമയ്ക്കകത്ത് പറഞ്ഞ കുളം വേണോ അതോ റോഡ് വേണോ ചോദിച്ചാൽ റോഡ് വന്നതിന് ശേഷം കുളം വെട്ടാന്ന് പറഞ്ഞ പോലെ അവസ്ഥയാണ്. വളരെ മോശമായ രീതി, ഇത്രയും മ്ലേച്ഛമായ ഒരു രീതി ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. കളിപ്പീര് ഇതുണ്ടോ, കിണർ വെട്ടി വെച്ചോ, കിണർ. ഈ തുള്ളുന്ന കാര്യം മനസ്സിലാവുമല്ലോ. റോഡ് നടുക്ക് കുഴിയും കുഴിച്ചു. ഇതിനെക്കുറിച്ച് ആർക്കും ഒന്നും സംസാരിക്കാനില്ല. സംസാരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പേര് കേസ് വരുമല്ലോ. കേസ് വന്നാൽ പിന്നെ നമുക്ക് സന്തോഷമുള്ളൂ. ഞാനെങ്ങോട്ടും പോകുന്നില്ല, അതുകൊണ്ട് ഞാൻ ഇവിടെ തന്നെ കാണും. അതുകൊണ്ട് എനിക്ക് പേടിക്കേണ്ട കാര്യം. ഇതുണ്ടോ, കുഴിയാ, കിണർ, ഫുൾ കിണർ വെട്ടി വെച്ചേക്കുവാൻ. ഇത് മൊത്തം എടുത്തിട്ട് കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഒന്നും പറയണ്ട. വണ്ടിയാണല്ലേ വണ്ടി. ഇതിനൊക്കെ കാളവണ്ടി വല്ലതും വളർത്തുന്ന കാളയും കൊണ്ട് വരുന്നതല്ലോ. അന്നപ്പോൾ ഒരു സൈഡോട്ട് ചരിഞ്ഞും മറിഞ്ഞും ഒക്കെ പോകാൻ എളുപ്പം. ഒരു വണ്ടി വന്നു കഴിഞ്ഞാൽ മറ്റൊരു വണ്ടിക്ക് പോകാൻ സ്ഥലമില്ല. നമ്മൾ കുഴി ചാടിച്ചോണം. ഇതിൻ്റെ വീതിയാണ്. ഐറിഷ് ചെയ്യാൻ വേണ്ടി കാശ് വാങ്ങിച്ചാൽ ഐറിഷ് ചെയ്യാതെ കളിപ്പിച്ചിട്ട് പോയി. പിന്നെ ആണെങ്കിൽ അതിനിടയ്ക്ക് മുടിഞ്ഞൊരു പൈപ്പ് ഇടിയില്ല. പൈപ്പ് അങ്ങ് പോയിട്ട് അത്യാവശ്യമാണെന്ന് പറയാം. ഇനി റോഡ് പണിത് കഴിയുമ്പോൾ അത്ര പൈപ്പ് ഇടിയും വരായിരുന്നാൽ മതി. അല്ല, വെള്ളവരെ വന്നു കഴിഞ്ഞാൽ വെള്ളവരെ കൂടി ഇട്ട് കഴിഞ്ഞാൽ ആൾക്കാര് ഉള്ള സ്ഥലം നോക്കി ശകലം വൃത്തിയെടുത്തുണ്ടോ. ഇത് മനുഷ്യൻ താമസിക്കുന്ന സ്ഥലമാണ്. മുതുകുഴിയും കിണറുമായിട്ടൊക്കെ ഇരിക്കണം. ഈ കാണുന്ന വീട്ടുകാരെന്നല്ല, ഇതിന് മേപ്പോട്ട് ഒരുപാട് വീട്ടുകാരുണ്ട്. മനുഷ്യൻ വസിക്കുന്ന മൊത്തം മനുഷ്യൻ നടക്കാൻ പറ്റാത്ത റോഡാക്കി നശിപ്പിച്ച് നാരണക്കൽ വെച്ചിട്ട് ഒരു 10 മീറ്ററെങ്കിലും നല്ല റോഡ് തരികയാണെങ്കിൽ കൊള്ളായിരുന്നു. ഇത് മൊത്തം മുടിച്ച് മുണ്ടക്കോല് വെച്ച് നശീകരണവും നരകവും ആക്കിയിട്ടേക്ക്. ഇന്റർലോക്ക് ഇട്ടത് കൊണ്ട് ഇപ്പം വലിയ കുഴപ്പമില്ലാതെ കിടക്കണം. എനിക്കൊന്ന് ഇവിടെ മുതൽ അങ്ങ് വരെ ഇന്റർലോക്ക് ആക്കണം. എന്നാലേ പറഞ്ഞ പോലെ മറ്റേ ജയസൂരി പറഞ്ഞ പോലെ അങ്ങനെ ചിറാപ്പൂഞ്ചി റോഡേ കാണത്തില്ലല്ലോ. റബറൈസ് ചെയ്താൽ ഇവിടെ കിടക്കും. ഇത് നോർമൽ ചെയ്യും. ഏതെങ്കിലും കോൺട്രാക്ടർ കുറച്ച് പൈസ അടിച്ചു മാറ്റി മനുഷ്യനെ കളിപ്പിച്ച് കരുതണം. മുതുകുഴിയും കിണറും ഒക്കെയും കിണറും കുഴിയും. വേറെ വണ്ടി വന്നാൽ പോകാൻ വഴിയില്ല. മുതുകുന്തം ഉണ്ടാക്കി വെച്ചേക്കും. വേറെ കുഴിയും കിണറും കൂടി ഇതുണ്ടോ, ഒക്കെ ഉണ്ടാക്കി ഒക്കെ കുഴി. അടുത്ത കിണറാ
വല്ലവന്റെ അയ്യത്തൂടാണോ എനിക്ക് ഡൗട്ട്. ഇത്രയും മോശപ്പെട്ട വഴി, ഇത്രയും മ്ലേച്ഛമായ വഴി പത്തനംതിട്ട ജില്ലയിൽ കാണത്തില്ല. അഹങ്കാരം കിണറി ചാടുന്ന. അയ്യോ, ഓള വെട്ടിയിട്ടുണ്ട്. അതൊന്ന് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പോലും ഇവിടെ ആരുമില്ല. അമ്പലത്തിൽ